2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി. അപ്പോൾ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അത് 12A എന്നാണ് റൂമിൻ നമ്പർ കാണുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതെന്താ ഈ 12A എന്ന് കാണുന്നത്? തൊട്ടടുത്ത് നോക്കി കഴിയുമ്പോൾ അത് 14ആണ്. ചുരുക്കത്തിൽ അവിടെ 13-ാം നമ്പർ റൂമില്ല. കാരണം ഹോസ്പിറ്റലിലെ അധികാരി മാത്രമല്ല, അവിടെ വരുന്ന ആളുകൾ വരെ 13 അശുഭ നമ്പറായിട്ടാണ് കാണുന്നത്. പിന്നീട് ഒരിക്കൽ കേട്ടു, ഒരു വഴിക്ക് പോകുമ്പോൾ 1, 2, 3, 3 ആളായി. 3 ആൾ കൂടി പോയാൽ ശരിയാവില്ല, ഒരാൾ കൂടി പോരട്ടെ, ഒരു സ്ത്രീ വന്നോട്ടെ, ഒരു കല്യാണ ആവശ്യമായിട്ടൊക്കെ അന്വേഷിക്കാനൊക്കെ പോകുന്നതാണ്. അത് 3 ആൾ കൂടി പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് 4 ആയിട്ട് പോകാം. നമ്മളെ ഓരോരുത്തരൊക്കെ വച്ചു പുലർത്തുന്ന ഓരോ ധാരണകളാണ്. ഇവയ്ക്ക് എന്താണ് പറയുക? നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഓരോ വ്യക്തികളും മനസ്സിൽ സൂക്ഷിക്കുന്ന മുൻവിധികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, സ്വാഗതം. നമ്മൾ മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്കാണ്. 9 ഒരു ശുഭലക്ഷണമാണ്. അപ്പോൾ നമുക്കൊന്ന് വിജയം ഉണ്ടാവും. ഇതൊക്കെ ഓരോരോ വിധത്തിൽ നമ്മളുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുന്ന ഓരോ ധാരണകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ധാരണകളെല്ലാം ഒന്നിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുൻവിധികൾ എന്താണെന്നുള്ള കാര്യത്തിലേക്ക് എത്താം. അപ്പോൾ ഈ പ്രിജുഡീസ് എന്ന് പറയുന്ന ഈ മുൻവിധികൾ നമ്മളുടെ മനുഷ്യരുടെ ഒപ്പം തന്നെ ഉള്ളതാണ്. ഇത് ഓരോ കാലത്തും ഓരോ വിധത്തിൽ മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇത് ചില പഴമൊഴികളിലേക്കും കൂടി നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള ആളുകളിലേക്ക് അത് പകരാൻ വേണ്ടിയിട്ട് ഇത് പഴമൊഴിയിലാക്കി പറയും. അപ്പോൾ എളുപ്പം നമുക്കത് ഇങ്ങനെ വളർന്ന് പോകുമല്ലോ. നമ്മളുടെ മാതിരിയുള്ള മൊബൈലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഴയ ആൾക്കാർക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരുവിധം സാംസ്കാരികമായിട്ട് ഒരു നിലനിർത്തുന്ന അന്ന് മുതലേ, അത് സാമൂഹികമായ ജീവിതത്തിൽ ജീവിക്കാൻ തുടങ്ങുന്ന അന്ന് മുതലേ നിലവിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഓരോ മുൻവിധികളും 2 സാധ്യതകൾ നൽകുന്നുണ്ട്. ഒന്ന്, നമുക്ക് മുൻപുണ്ടായിരുന്ന ഒരു അനുഭവത്തെ സാംശീകരിച്ച് നമുക്ക് യുക്തമായ രീതിയിലേക്ക് അത് മാറ്റിത്തരുന്നു. അതായത് ഒന്ന് തുടങ്ങി വെച്ചാൽ അത് ഇങ്ങനെ ആയിത്തീരുമെന്നുള്ളത്. പിന്നെ പല വിധത്തിലുള്ള തെറ്റുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആശ്വാസം കണ്ടെത്താനുള്ളൊരു വഴികളായിട്ടത് മാറുന്നു എന്നുള്ളതാണ്. അതായത് ഭൂരിഭാഗം കേസും നമ്മളെ സ്വാർത്ഥതാപരമായ ആവശ്യങ്ങൾക്കായിരിക്കും അത് ഉപയോഗപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ തെറ്റുകൾ മൂടി വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പാളിച്ചകൾ മറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഒപ്പം അത് പറഞ്ഞ് അത് ശീലമാവുന്നു. ശീലമായിട്ട് പിന്നെ ഒരു വിശ്വാസമായിട്ട് മാറുന്നു. അങ്ങനെ മുൻവിധികളായിട്ട് മാറുന്നു. ഓരോ വ്യക്തികളും ധാരാളം മുൻവിധികളെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയണം ഓരോരുത്തരും. ഇപ്പം ഞാൻ പർട്ടിക്കുലറായിട്ട് ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അതേമാതിരി ആണെന്നില്ല, വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ മുൻവിധി എപ്പോഴും മുൻവിധികൾ തന്നെയാണ്. അത് നമ്മളെ സംബന്ധിച്ച്, സൈക്കോളജിയെ സംബന്ധിച്ച് അത് തിരിച്ചറിയേണ്ടതും അതിനെ ഓവർകം ചെയ്യേണ്ടതുമാണ്. പക്ഷേ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമുക്ക് അനുകൂലമായത് അല്ലെങ്കിൽ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന മുൻവിധികളെ ഒരു പരിധിവരെ സൂക്ഷിക്കാം. പക്ഷേ നമ്മൾ ചോദ്യം ഉണ്ടാവണം, എനിക്കതിനകത്തൊരു മുൻവിധി ആണോ എന്നുള്ള കാര്യം. എന്തൊക്കെയാണ് മുൻവിധികൾ എന്നുകൂടി നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വ്യക്തമാവും. ഇപ്പം കേരളത്തിൽ മൊത്തം കാണുന്ന ഒരു കാര്യമാണ്, അതായത് കേരളം നമ്മളിപ്പോൾ നടുക്ക്, ഇപ്പോൾ എറണാകുളമൊക്കെ ഏതാണ്ട് നടുക്ക്, അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ നടുക്കാണ്. അത് കഴിഞ്ഞ് തെക്ക് ഭാഗത്തുള്ള ആളുകളെ സംബന്ധിച്ച് സ്വല്പം ക്വാളിറ്റി കുറവ്, അല്ലെങ്കിൽ എന്തോ ഒരു സ്വാർത്ഥത കുറവ് എന്ന് ഓരോരുത്തരും വിശ്വസിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ തെക്കരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ഒറ്റ വാക്ക്. ഈ തെക്ക് എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ, നമ്മൾ അതൊരു തിരിച്ചറിയണം. ഞാൻ കേരളത്തെ മാത്രം പറഞ്ഞതൊരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ എറണാകുളത്തുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് കോട്ടയം അല്ലെങ്കിൽ കൊല്ലം അല്ലെങ്കിൽ ആലപ്പുഴ അങ്ങോട്ട് പോകുന്തോറും അതിൻ്റെ തീവ്രത കൂടുക. കൊല്ലം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനേ കൊള്ളത്തില്ല കേട്ടോ. തിരുവനന്തപുരം ആയിക്കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ, ഇതിനേക്കാൾ കൂടുതൽ. എന്നാൽ ഞാനത് തൃശ്ശൂരിലേക്ക് പറയുമ്പോൾ കുഴപ്പമില്ല, ആൾക്കാരൊക്കെ നല്ലവരായിരിക്കും. കോഴിക്കോട് ഇനിയും നല്ലത്. ഇത് ധാരണയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ധാരണയ്ക്ക് അടിസ്ഥാനമായ ധാരാളം ഉദാഹരണങ്ങളും എനിക്ക് പറയാനുണ്ടാവും. ഏത് കേസിനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 3 ആൾ കൂടിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അത് അലസിപ്പിരിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4 ആളിട്ട് പോവാം.
അതിലൊരു സാധ്യത എന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഒരു അഭിപ്രായ വ്യത്യാസം ഒരു ഇടത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് ഗ്രൂപ്പായിട്ട് മാറും അത്. രണ്ട് ഗ്രൂപ്പായിട്ട് മാറി കഴിയുമ്പോൾ ഒരാൾക്ക് എവിടെ നിൽക്കണം എന്നുള്ള ചോദ്യം വരും. രണ്ടൊക്കെ ആണെങ്കിൽ രണ്ട് പ്രബലമായ വിധത്തിലേക്ക് അഭിപ്രായം മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇയാൾ ആശങ്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾ നല്ലതെന്നും ഒരാൾ നല്ലതല്ല എന്നും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത് നിൽക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും ചേരേണ്ടി വരും. അയാൾ എവിടെ ചേരുന്നു അവിടെ ജയിക്കുമെന്ന് അയാൾക്ക് മനസ്സിലാവും. ബുദ്ധിമുട്ടാണത്. അപ്പം 4 പേര് കൂടി പോവാണെങ്കിൽ അങ്ങനെയുള്ള രണ്ട് പക്ഷമായിട്ട് മാറുകയല്ലേ ഉള്ളൂ. ഇത് ഞാനതിന് കണ്ടെത്തിയിട്ടുള്ള ഒരു ന്യായീകരണമാണ് കേട്ടോ. അത് തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഓരോന്നും നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഈ 13 നല്ല നമ്പറല്ല എന്ന് പറയുന്നതിനൊരു കാരണം, ഈ ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തിനകത്ത് 13 പേരാണ് പറയുന്നത്. യുദാസ് എന്ന് പറയുന്ന ഒരാൾ വരുന്നത് 13 നമ്പറായിട്ടാണ്. അന്ന് മുതൽ പാവം 13 നമ്പറിന് ശാപമായി. അങ്ങനെ ഓരോന്ന് നമ്മൾ കൂട്ടിക്കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇത് പിന്നെ നമ്മളിത് കാർഷികമായ അതിലൊക്കെ നമുക്ക് ഇതിനകത്തും കുറേ പഴമൊഴികളായിട്ടൊക്കെ ഓരോരോ പഴഞ്ചൊല്ലുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ മുൻവിധികളാണ് എന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഇപ്പം കുംഭത്തിൽ എന്താ പറയുക, മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്നോ ചീത്തയാണെന്നോ അങ്ങനെ ഓരോരോ ഇത്. പിന്നെ തിരുവാതിര ഞാറ്റുവേല, അന്ന് എന്ത് തുടങ്ങി വെച്ചാലും നന്നായിട്ട് ഫലം ചെയ്യും എന്നൊക്കെ രീതിയിലുള്ളത്. ഇതൊക്കെ പഴമൊഴി എന്ന രീതിയിൽ കാണാമെന്നല്ലാതെ എന്ത് മുൻവിധി ഉണ്ടോ എന്നറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ അർത്ഥത്തിലും. ഇപ്പം സാമൂഹികമായിട്ട് രാഷ്ട്രീയത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞിട്ട്. അതായത് ഒന്ന് വിട്ട് വേറൊന്നിലേക്ക് കൂടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ വേറെ പുതിയൊരാളായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ മുൻവിധികളും പഴമൊഴികളും കൂടിയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ മുൻവിധികളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും അവയിൽ നിന്നുള്ള നെല്ലും പതിരും അറിഞ്ഞ് നമ്മളുടേതായ രീതിയിൽ അവയെ സ്വാംശീകരിക്കേണ്ട ഉത്തരവാദിത്തമുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ മുൻവിധിയിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട, എനിക്ക് പറയാൻ തോന്നിക്കുന്നൊരു ഘടകം കറുപ്പും വെളുപ്പുമാണ്. നമ്മൾ ഓരോരുത്തരും നിലനിർത്തുന്ന ഒരു വലിയ വിശ്വാസം തന്നെയാണ് ഈ വെളുപ്പ് നല്ലതും കറുപ്പ് എന്ന് പറയുന്നത് കുറച്ച് മോശം എന്ന് പറയുന്നൊരവസ്ഥയിൽ. ഇത് എങ്ങനെയോ വളരെ വളരെ പഴക്കമുള്ള ഒരു ആചാരമാണ്. നമ്മൾ കരുതുന്നവർ അത്ര ചെറുതൊന്നുമല്ല. ഇതൊരിക്കൽ മനസ്സിൽ കുടിയേറി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നതൊക്കെ എളുപ്പമല്ല. ഇപ്പം എൻ്റെ സുഹൃത്തിൻ്റെ അവിടെ മൂന്നാല് ആൺകുട്ടികളുണ്ട്. ഈ ഓരോ ആൺകുട്ടികളും കല്യാണം കഴിച്ചിരിക്കുന്ന വധുക്കൾ എല്ലാം വെളുത്ത നിറമാണ്. അതായത് എല്ലാവരിലും കോമൺ ആയിട്ട് കാണാവുന്ന കാര്യം വെളുത്ത നിറമാണ്. അത് കറുത്ത നിറമുള്ള ആളായാലും വെളുത്ത നിറത്തെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. യാദൃശ്യയോടി കാണാം, പക്ഷെ എങ്കിൽ പോലും അതൊരു ശ്രേണിയായിട്ട് കാണാം. ഇപ്പം നമ്മളുടെ മക്കൾക്ക് 2 നിറമാണ്, കറുപ്പും വെളുപ്പുമാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഈ കറുത്ത നിറമുള്ള ആളുകളോട് ഒരു അകൽച്ചയോ ഇഷ്ടമില്ലായ്മയോ ഒക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇത് കാരണമായിട്ട് വരും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പ വഴിയുണ്ട്. നമ്മൾ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചറിഞ്ഞതാണ്. ഇപ്പം ഒരു 3 പാവകളെ അല്ലെങ്കിൽ 2 പാവകളെ അടുത്ത് വയ്ക്കുക. ഒന്ന് വെളുത്തതായിരിക്കണം, ഒന്ന് കറുത്തതായിരിക്കണം. എന്നിട്ട് ഒരു വ്യക്തിയോട് ഇതിലൊന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെടുക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ആ പ്രിജുഡ്യൂസ് അവിടെ രംഗത്ത് വരും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അറിയാതെ തന്നെ സൂക്ഷിക്കുന്ന കുറേയേറെ ഉണ്ട്. ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിൽ മുടി, കവികളൊക്കെ വർണ്ണിച്ച് ധാരാളം മുടിയൊക്കെ ഉള്ളത് സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതങ്ങനെ അങ്ങ് വിശ്വസിച്ച് പോയേക്കണം എന്തോ. ഇപ്പോൾ അത് അത്ര പ്രബലമാണെന്ന് തോന്നുന്നില്ല. മുൻപൊക്കെ അത് വളരെ വളരെ നിർബന്ധത്തോടെ പിന്തുടരുന്ന കാര്യമാണ്. അപ്പോൾ കല്യാണത്തിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ മുടിയൊക്കെ വളരെ എന്താ പറയുക ആക്കിയാലേ ശരിയാവുള്ളൂ എന്നൊക്കെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൃത്രിമമായിട്ടുള്ള മുടിയൊക്കെ അന്ന് വെച്ച് പിടിപ്പിക്കുന്നത് അത് ഇപ്പോഴും അതുണ്ടെന്ന് തോന്നണു. അപ്പോൾ നിറത്തെക്കുറിച്ചുണ്ട്, മുടിയെക്കുറിച്ചുണ്ട്, പൊക്കം കുറഞ്ഞവരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നിട്ടൊരു ചൊല്ലുണ്ട്. അതിനകത്ത് കുറച്ച് എനിക്ക് തോന്നുന്നത്, ഈ പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് അത് പൊക്കക്കുറവ് ഒരു പ്രശ്നമായിട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിജീവിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ബുദ്ധി ഉപയോഗിക്കുമെന്നുള്ളതാണ്. അത് ഏത്
പോരായ്മകളുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ ബുദ്ധി ഉപയോഗിക്കുന്നത് കൊണ്ട് അവർ മറ്റുള്ളവരെ പറ്റിക്കാൻ എളുപ്പമായൊക്കെ ആയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു, അറിയില്ല. ഒക്കെ ഉള്ളവരെ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. ഈ മുൻവിധികൾ തന്നെ വേറെ വിധത്തിലൂടെ വ്യാഖ്യാനിക്കാം. ഇപ്പം ഞാനൊരു അസാൻമാർഗികമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ നിരക്കാത്ത വിധത്തിലുള്ള ഉപജീവനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചാരായമൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ഉപജീവനം നടത്തുന്നതെന്ന് വിചാരിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഉപജീവനം ചാരായം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നുമില്ല. സാഹചര്യങ്ങളോ സന്ദർഭങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയോ ഞാനതിൽ വന്ന് പെട്ടു. എന്നിട്ട് ഞാൻ ഈ നിയമത്തെയൊക്കെ കാണുന്നത് എങ്ങനെയാണെന്നറിയൂ, നേരെ തിരിച്ചായിട്ടാണ് കാണാം. അപ്പോൾ എക്സൈസുകാർ അവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, കാലമാടന്മാർ വന്ന് നമ്മളുള്ള തൊഴിലും സ്വയമായിട്ട് കൊണ്ട് കഴിഞ്ഞു പോകുന്നതാണ്, അതൊന്നും സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ, ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് ഈ ചാരായം ഉണ്ടാക്കാനുള്ള അസംഭവാദങ്ങളൊക്കെ കളഞ്ഞുകൊണ്ടൊക്കെ അയാൾ ഓടി രക്ഷപ്പെടുന്നത്. ഇതിനകത്ത് മുൻവിധി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രവൃത്തികൾ കാണുന്ന ഇയാളുടെ മകൻ അല്ലെങ്കിൽ മകള് എന്താ വിചാരിക്കുന്നതെന്നറിയോ? ഞങ്ങൾ സ്വയമായിട്ട് ജോലി ചെയ്യുമ്പോൾ ഈ എക്സൈസ് പോലീസ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരാം. അപ്പോൾ അതുകൊണ്ട് ഇവരൊന്നും വിശ്വസിക്കാനേ കൊള്ളില്ല. അപ്പോൾ എന്നുള്ള ഒരു അധാർമികമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടാവാനായിട്ട് ഇത് കാരണമാകുന്നു എന്നുള്ളതാണ്. ഞാനത് എടുത്തു പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ പോലീസുകാർ നിൽക്കുന്നത് അല്ലേ ലോ ആൻഡ് ഓർഡർ അതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ നമുക്ക് അവരുടെ പ്രവൃത്തികളൊന്നും നേരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അതിന് കാരണം നമ്മളുടെ ഉള്ളിലുണ്ട്, ഈ പോലീസുകാരെ ഒന്നും വിശ്വസിക്കരുത്, കാക്കിയുള്ളവരെ വിശ്വസിക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഒരു ഇടയ്ക്ക് നമ്മൾ ബൈക്കിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ പോലീസ് ഒന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ ഈ മുൻവിധി ആയിരിക്കും വർക്ക് ചെയ്യുക. ചേട്ടാ പോലീസുകാരുടെ കൈ കാണിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, നമ്മളതായിട്ട് സഹകരിക്കാൻ തയ്യാറാവില്ല, നേരെ തിരിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഈ പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയിട്ട് അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയ ആളുകളുടെ കാര്യം ഇഷ്ടം പോലെയുണ്ട്. അതിനകത്ത് വേറെ ഒന്നുമില്ല, അവരെന്തോ ആവശ്യമായിട്ട് കൈ കാണിച്ചു, ഉടനെ നമ്മൾ സ്പീഡ് കൂട്ടി പോകുന്നു, പേടിച്ചിട്ടൊക്കെ വണ്ടി ഓടിച്ച് കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും താളപ്പഴകൾ ഉണ്ടാവുകയും ചെയ്യും, മരിക്കുകയും ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളിലൊക്കെ വരെ നേരെ തിരിച്ചാൽ പോലീസ് കൈ കാണിച്ചിട്ടൊന്നും ആ നേരെ ഇത് പറയുമൊന്നുമില്ല, അവരുടെ തെറ്റായ പ്രവൃത്തി പോലെ അയാൾ അപകടത്തിൽ മരിച്ചെന്ന് വിചാരിക്കും വ്യാഖ്യാനിക്കുക. ഞാൻ ഇത് സൂചിപ്പിച്ചതിന് ഒരു കാരണം, ഇപ്പോൾ പോലീസുകാർ നമുക്ക് ശല്യമേ ചെയ്യൂ അല്ലെങ്കിൽ പോലീസുകാർ കൈ കാണിച്ചാൽ നിർത്തരുത് എന്നുള്ളൊരു വിശ്വാസം നമ്മൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളെ പ്രവൃത്തിയിൽ ഇത് പ്രതിഫലിച്ചിട്ട് അപകടം ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. ചോദ്യം ഇതാണ്, പോലീസുകാരെല്ലാം കൈ കാണിച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എത്ര രീതിയിൽ സൗമ്യമായിട്ട് അതനുസരിക്കാൻ തയ്യാറാവുന്നു? there is some issue, just face എന്താണെന്നറിയാം. ഇപ്പം ഞാൻ തന്നെ രാത്രിയിലൊക്കെ വണ്ടി വർക്ക് ചെയ്ത് വരുമ്പോഴൊക്കെ 5-8 പ്രാവശ്യം ഈ പോലീസ് കൈ കാണിച്ച് നിർത്തിയിട്ട്, അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ഈ നോട്ട് അവേഴ്സ് മുതൽ 6 മണി വരെ എത്ര വണ്ടികൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വണ്ടികൾ പോകുന്നതൊക്കെ എന്ത് ആവശ്യം നിങ്ങൾക്ക് പോണതാണ് എന്നൊരു കണക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുന്നതാണ്, നിങ്ങൾ എവിടേക്ക് പോയിട്ട് വരുന്നു, ഫോൺ നമ്പർ, ഇത്ര അവർ ചോദിക്കുള്ളൂ. ഒരു ഡയറി ഉണ്ടാക്കുകയാണ്. അതായത് ജോലി കഴിഞ്ഞ് പോയി വരുന്നവരുണ്ടാവും, അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് വരുന്നവരുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു കണക്കുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് അവർ എന്നെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞതാണോ അത് വേറെ എന്തെങ്കിലും ലക്ഷ്യമാണോ എന്നറിയില്ല. പിന്നീട് ഇതുപോലെ തന്നെ പിന്നെ കൂടുതലും കാണുന്നത് നമ്മൾ ബ്രീത്ത് അനലൈസർ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നമ്മളൊരു മുൻവിധി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടായിരിക്കും പ്രവർത്തിക്കുക. ആ പ്രവർത്തിക്കുന്നത് ശരിയാവണമെന്നില്ല. അപ്പം നമ്മളങ്ങനെ ഒരു വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു മുൻവിധി നമ്മളിൽ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എൻ്റെ മുന്നോട്ട് പോകുന്നത് ഒരു മുൻവിധിയെ അടിസ്ഥാനമാക്കിയാണോ എന്ന രീതിയിലുള്ള ഒരു അവലോകനം അല്ലെങ്കിൽ ഒരു ആലോചന നമ്മളിലുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഓവർലുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നത് പാരൻ്റ് ഡാറ്റയിലുള്ള വ്യത്യസ്തമായ ഘടകങ്ങളെ കുറിച്ചിട്ടാണ്.
എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും മറ്റുള്ളവർ മുൻ തലമുറകളെല്ലാം പറഞ്ഞു തന്നിരിക്കുന്ന ആശയങ്ങളുടെ ആകത്തുകയാണ് നമ്മൾ പാരൻ്റ് ഡാറ്റയായിട്ട് ഉപയോഗിക്കുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതിൽ ഏതാണ്ട് ഒരു 80% അല്ലെങ്കിൽ 70% കാര്യങ്ങൾ നമ്മുടെ പാരൻ്റ് ഡാറ്റയിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിനകത്ത് ഈ മുമ്പ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും എന്നർത്ഥം. ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച്, മതപരമായ കാര്യങ്ങളെക്കുറിച്ച്, ഭാഷാപരമായ കാര്യങ്ങളെക്കുറിച്ച്, സംസ്കാരങ്ങളെക്കുറിച്ച്, പിന്നെ ഈ പറഞ്ഞ മുൻവിധി, ആചാരാനുഷ്ഠാനങ്ങൾ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കൂടുതൽ സമയവും കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും അതിനകത്തുള്ള കണ്ടൻറ്റ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഈ ബാക്കി 30% എന്ന് പറയുന്നത് നമ്മൾ സ്വകാര്യം, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് അടുപ്പമുള്ളവരോട് അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട, നമുക്ക് പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ മാത്രം പറയുന്ന കാര്യങ്ങളായിരിക്കും. കുറച്ച് സ്വകാര്യത, ഗോപ്യമായിട്ടായിരിക്കും അവ നമ്മൾ പറയാൻ തയ്യാറാവുക. ഇങ്ങനെയായിരിക്കും ഒരു പൊതുവെ ഒരു കണക്കെടുത്താൽ കിട്ടുന്നത്. ഇത് രണ്ടും അല്ലാതെ ഏറ്റവും മാന്യമായ നല്ല രീതിയിൽ അല്ലെങ്കിൽ സന്ദർഭത്തിന് യോജിച്ച രീതിയിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്ന ഘടകത്തിനെയാണ് നമ്മൾ അഡൽട്ട് എന്ന് പറയുന്നത്. ആ അഡൽട്ടിൻ്റെ ഫങ്ഷനെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിലായിരിക്കും പറയാം. ഇപ്പോൾ ഇതിനെ മൂന്നിനെയും കുറിച്ചിട്ടുള്ള ഒരു രേഖാചിത്രമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതായത് പാരൻ്റ്, അഡൽട്ട്, ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വ്യക്തിത്വത്തെ ഈ ചിത്രം വഴി എറിക് ബേൺ ചിത്രീകരിക്കുന്നുണ്ട്. വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇതിന് വീണ്ടും സബ് ഡിവിഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളത് അതിനുശേഷം നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ യുവർ ലിസണിങ്.